ഹലോ, എൻ്റെ കൊച്ചടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു സ്പെഷ്യൽ കറിയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും വയ്ക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. മുരിങ്ങക്കായും തക്കാളി സൂപ്പർ ടേസ്റ്റാണ്. മുരിങ്ങക്കായും തക്കാളിയല്ല, മുരിങ്ങക്കായും തക്കാളിയും മോര് കറി. മുരിങ്ങക്കായും തക്കാളിയും കൂടിയിട്ട് ചട്ടിയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ നല്ല ഉണ്ട പച്ചമുളക്, സൂപ്പറായിരിക്കും കേട്ടോ ഈ കറി. ഉണ്ട പച്ചമുളക് അരിഞ്ഞിട്ട് അതിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കുക. അങ്ങനെ മുരിങ്ങക്കായും തക്കാളിയും നമ്മുടെ പച്ചമുളകും എല്ലാം നല്ലോണം അങ്ങനെ വെന്ത് വരട്ടെ. വെന്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കണം. അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ ഒരു 2 പിടി നാളികേരം എടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിൽ ജീരകം ഇട്ടിട്ട് അരയ്ക്കുകയാണ്. ജീരകത്തിൻ്റെ കൂടെ ഞാൻ 2 വെളുത്തുള്ളി ഇട്ടിട്ട് അത് കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ജീരകവും വെളുത്തുള്ളിയും കൂടിയിട്ട് നല്ല മഷി പോലെ എന്ന് പറയില്ലേ, നല്ല നൈസായിട്ട് അരച്ചെടുക്കുക. അരയ്ക്കുമ്പോൾ നമ്മൾ വെള്ളം കൂട്ടുന്നില്ല, അതിന് പകരം നല്ല കട്ട തൈരാണ് നമ്മളിതിൽ അരയ്ക്കാൻ ചേർക്കണത് കേട്ടോ. അരയ്ക്കുമ്പോൾ അധികം പുളി വേണമെന്നില്ല. പുളി വേണ്ടവർക്ക് അധികം പുളിയുള്ള തൈര് ചേർക്കുക, അല്ലെങ്കിൽ അധികം പുളിപ്പില്ലാത്തത്. ഇതെൻ്റെ മസാല ബോക്സാണ്. അതിൽ ഞാനിതാ ജീരകം, പെരിഞ്ജീരകം, സാധാരണ ജീരകം, പെരിഞ്ജീരകം, അങ്ങനെ പിന്നെന്താ കുത്തുമുളക്, ഉലുവ, കടുക്, പിന്നെ കറുവപ്പട്ട, പിന്നെ നമ്മുടെ എന്താ പറയുക ഏലക്ക, ഇതൊക്കെ ഞാനിതിൽ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ മസാല ബോക്സ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇത് ഒന്ന് അരച്ചിട്ട് വരട്ടെ. അരച്ച് തയ്യാറായിട്ട് നമുക്ക് ഈ വെന്തതിലേക്ക് ഒഴിക്കാം. അപ്പോൾ ഇതിലേക്ക് ജീരകവും നല്ല കട്ട തൈരും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇട്ടത് സ്കിപ്പായിപ്പോയി കാണിക്കാൻ. അതിൽ ഞാൻ എടുത്ത വീഡിയോയിൽ അത് പോയി എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. അപ്പോൾ അതിൽ വെളുത്തുള്ളിയും ജീരകവും ഇട്ടാം കേട്ടോ. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ഇട്ടാൽ മതിയേ. ഒരു 2 വെളുത്തുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളുത്തുള്ളി ഇടേണ്ടവർക്ക് ഇടാം. അതൊക്കെ നല്ല അരച്ച് നല്ല മഷി പോലെ അരച്ച് വന്ന് അവിടെ വയ്ക്കുക. അപ്പോഴത്തേക്കും നല്ലോണം മുരിങ്ങക്കായൊക്കെ വെന്ത് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് പയറും കായാണ് ഉപ്പേരി. ഉണക്കപ്പയറില്ലേ, തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഉപ്പേരിയാണ് കേട്ടോ. പയറും കായും, ഉണക്കപ്പയറും നമ്മുടെ നേന്ത്രക്കായില്ലേ, അതാണ്. അപ്പോൾ അതിന് ഞാൻ കുക്കറിൽ മഞ്ഞളും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടിച്ച മുളക് ഇട്ടിട്ടാണ് ഇത് കുത്തിക്കാച്ചണത് കേട്ടോ. ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചു. എന്നിട്ട് ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. എന്നിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടിച്ച മുളകും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇടിച്ച മുളക് തന്നെ ഇടണം കേട്ടോ. അത് നല്ലോണം മൂത്ത് വരണം. മൂത്ത് നല്ല സ്മെല്ല് വരുമ്പോൾ തന്നെ ആ ഉപ്പേരി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിൽ കറിവേപ്പിലും കൂടിയിട്ട് ചതച്ചിട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില ഞാൻ ചതച്ചിട്ടില്ല. ചെറിയ ഉള്ളി തന്നെ എടുക്കണേ, സബോള എടുത്താൽ ടേസ്റ്റ് കുറയേ. എന്നിട്ട് വീണ്ടും നമ്മുടെ മസാല ബോക്സ് എടുത്തു. അതിൽ നിന്ന് കുറച്ച് ഇടിച്ച മുളക് ഇതുപോലെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഉപ്പേരി വയ്ക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ അധികം ഇങ്ങനെ ഇടിച്ച മുളകിലാണ് ഉപ്പേരി വയ്ക്കുക. അങ്ങനെ ആ ഇടിച്ച മുളക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് പയറും കായും കൂടിയിട്ട് അത് ഇട്ടിട്ട് ഇതിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഇട്ട് ഇളകി കൊടുക്കുക. ഇഷ്ടമുള്ളവർക്ക് നാളികേരം ചേർക്കാം. ഞാൻ നാളികേരം ചേർത്തിട്ടില്ല. അതിൽ എരിവ് പോരാങ്കിൽ വേണമെങ്കിൽ മുളക് പൊടിയോ വേണമെങ്കിൽ ഇടാം കേട്ടോ. പച്ചമുളക് ചേർക്കേണ്ടവർക്ക് പച്ചമുളക് ചേർക്കാം. ഇനി ഞങ്ങൾക്ക് എരിവ് കറക്റ്റായിരുന്നു. എന്നിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് എൻ്റെ സാറേ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ഉപ്പേരിക്ക്. ഇതും കഞ്ഞിയും കുടിക്കാൻ തന്നെ ടേസ്റ്റാണ്. ഇതും ഒരു ചമ്മന്തിയും കഞ്ഞിയും കൂടിയിട്ടാകുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമായി. അപ്പോൾ ഞാനിത് ലേശം ഉപ്പ് കുറവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലേശം ഉപ്പ് അതിലേക്ക് എടുത്തിട്ടാണേ. കുറച്ച് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവ് തോന്നി. അപ്പോൾ ലേശം ഉപ്പ് ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് യോജിപ്പിച്ച് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉപ്പേരി റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കറിയുടെ പരിപാടി നോക്കാം. കറിയിലേക്കൊക്കെ വെന്തിട്ടൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈ അരച്ചതിനെ ഇതൊന്ന് ഒഴിക്കുക വേണ്ട. വളരെ എളുപ്പമുള്ള പണിയാണ് കേട്ടോ, വളരെ എളുപ്പമാണ്. ഇങ്ങനെ നമുക്ക് മുരിങ്ങക്കായും തക്കാളി മാത്രം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു മോരുകറി വെച്ച് നോക്കി ഭയങ്കര ടേസ്റ്റാണ്. എൻ്റെ സോറെ ഇതുപോലൊരു കറിയും ഒരു തോരനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക്
അടിപൊളിയായിട്ട് ചോറിനാട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാൻ വെള്ളം കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പോൾ ആ മോരിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അത് കഴുകിയിട്ട് അത് വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് കഴുകിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടെ കഴുകി ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാറ് കറി ശരിയായി. അപ്പോൾ ചാറ് കറിക്കുള്ളതൊക്കെ ലെവലായി. ഇത്രയേ വേണ്ടൂ ഞങ്ങൾക്ക് കറി കേട്ടോ. ഉച്ചയ്ക്ക് അവിടെ ആരും ഇല്ലല്ലോ, പിന്നെ രാത്രിക്കലത്തേക്കല്ലേ വേണ്ടു. അപ്പോൾ എന്നാലും നല്ല ഈ കറീനെ രാത്രി ആയാലും കൂടിയിട്ട് ഇത് ഫുള്ളും തീരൊന്നുമില്ല കേട്ടോ, ഉണ്ടാവും. പക്ഷേ ഇത് നാളത്തേക്കും കൂടി ആയിട്ടാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. ഇത് ഇരിക്കുന്നേരെ കൂടുതൽ ടേസ്റ്റ് ആവുക ചെയ്യാം കേട്ടോ. അപ്പം നമ്മുടെ മോര് കറി റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്കൊരു ഇടാനുണ്ട്, ഇതിലേക്കൊരു വറവ് ഇടാനുണ്ടേ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ ഇതാ കടുക് ഇട്ടു, അതിലേക്ക് ഒരു 2 മണി ഉലുവ. ഇതിലേക്ക് ഉലുവ പ്രധാനമാണേ. അപ്പോൾ നല്ല അധികം വേണ്ട ഉലുവ. അധികം ഇട്ട് കഴിഞ്ഞാൽ ഒരു കയ്പിൻ്റെ ചൊയ വരും. അധികം ഇട്ട് കഴിഞ്ഞാൽ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഉലുവ ഇടണം താനും. ഇട്ടാലാണ് ആ കറിയുടെ ഒരു ടേസ്റ്റ്, ആ മണം, ആ കറിയുടെ ഒരു തുറക്കുമ്പോൾ ഒരു മണം ഉണ്ടല്ലോ, ഭയങ്കര മണമായിരിക്കും കേട്ടോ. അപ്പോൾ കടുക് ഇട്ടു, ഉലുവ ഇട്ടു, അതിലേക്ക് ഉണക്കമുളകും പൊട്ടിച്ചിട്ടു, പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ടു. കറിവേപ്പില ഇല്ലാത്ത പരിപാടിയില്ല, ഇല്ലാത്ത പോലെ ഞാൻ നിൽക്കും, ഉണ്ടെങ്കിൽ ധാരാളം ഇടും. അപ്പോൾ അതൊക്കെ വറുത്തൊക്കെയതിന് ശേഷം പിന്നെ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷമാണ് ഒരു നുള്ളു മുളക് പൊടി ചേർക്കുക. അല്ലെങ്കിൽ അത് മുളക് പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് ഓഫാക്കിയതിന് ശേഷം ഒരു നുള്ളു മുളക് പൊടി ഇട്ട് കാച്ചി ഒഴിച്ചു. അങ്ങനെ നമ്മുടെ കറി റെഡിയായി. നല്ല കട്ടിയുമുണ്ട്, അത്യാവശ്യത്തിനുള്ള കട്ടിയുമുണ്ട്, നല്ല കുറുന്നനെ ഒരു ചാറ് കറി. ഇതിലേക്ക് നല്ല നമ്മുടെ മല്ലിയിലയില്ലേ, മല്ലിയില കുനുകുനാന്നരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടിയിട്ട് ഒരു പിടി ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ കറി. ഇതൊന്ന് വെച്ച് നോക്കണേ. ഇത് വെച്ച് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം കേട്ടോ. പിന്നെ ഞാൻ കൊണ്ടാട്ടമാണ് കേട്ടോ, നമ്മുടെ കൊത്തവര കൊണ്ടാട്ടം കഴിക്കാത്തവരുണ്ടോ? കൊണ്ടാട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ, ഈ നല്ല വേനലല്ലേ, ഇപ്പോൾ നല്ല ചൂടല്ലേ, അപ്പോൾ നമുക്ക് ഉണക്കാനിടാനൊക്കെ നല്ല എളുപ്പമാണ്. കൊത്തവര കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഉണക്കാനിട്ട് കഴിഞ്ഞാൽ 2 ദിവസം മതി ഉണങ്ങാൻ കേട്ടോ. ഇതുപോലെ കൊത്തവര കൊണ്ടാട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് അതും ഒന്ന് അഭിപ്രായം അറിയിക്കണേ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചോറുണ്ടാവല്ലോ. നീ പണികളൊക്കെ നേരം വൈകിയത് കൊണ്ടാണ് കൈയോടെ ചോറുണ്ണലൊക്കെ കേട്ടോ. അല്ലെങ്കിൽ നേരത്തെ ചോറും കറിയൊക്കെ ആവണതാണ്. ഇപ്പോൾ മെല്ലെ തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു കയ്പ്പുണ്ടാവും, സാധാരണ കൊത്തവരയ്ക്ക് ഒരു കയ്പ്പുണ്ടാവുമല്ലോ, ആ ഒരു കയ്പ്പ്. അപ്പോൾ നമ്മുടെ ചോറുണ്ണൽ റെഡിയായി. നമ്മുടെ കായും പയറും ഉപ്പേരി, പിന്നെ ഉണക്കപ്പയറും കായും, പിന്നെ നമ്മുടെ കൊണ്ടാട്ടം, നല്ല അടിപൊളി മോര് കറി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്